അല്ല, വണ്ടി കയറ്റത്തിലെന്നല്ല, വണ്ടി കയറ്റും. അതിനകത്ത് കയറി അസഹ യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അലമ്പുണ്ടാക്കി അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. കഴിഞ്ഞ ദിവസമാണ് ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ഒരാൾ ചവിട്ടി പുറത്തിട്ടത്. ഇപ്പോഴും പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ പ്രശ്നം കേരളത്തിൽ വലിയ ചർച്ചയായി. ട്രെയിനിൽ സുരക്ഷ ഒരുക്കേണ്ട റെയിൽവേ പോലീസ് സുരക്ഷ ഒരുക്കുന്നില്ല എന്ന വിമർശനം ഉയർന്നു വന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന ശക്തമാക്കി. മദ്യപിച്ചിട്ടുള്ളവരെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ചർച്ചയായി വരുന്ന ഘട്ടത്തിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനോട് ചോദ്യം ചോദിച്ചത് മാധ്യമപ്രവർത്തകൻ. KSRTC ബസ്സിൽ മദ്യപിച്ചവർക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയുടെ ചെറിയൊരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത്. മുഴുവൻ കേൾക്കുക. അതോടൊപ്പം കേരളത്തിൽ സർവീസ് നടത്തുന്ന യൂബർ, ഓല പോലെയുള്ള ടാക്സി സർവീസുകളുണ്ട്. അവർക്ക് കേരളത്തിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ ഇല്ല. നിയമപരമായ നടപടി സർക്കാരിന് സ്വീകരിക്കാൻ കഴിയും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക. അല്ല, വണ്ടി കയറ്റത്തിലെന്നല്ല, വണ്ടി കയറ്റും. അതിനകത്ത് കയറി അസഹ യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അലമ്പുണ്ടാക്കി അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. വണ്ടി കയറ്റാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല. രണ്ടെണ്ണം അടിച്ചേച്ച് അടുത്തിരിക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുക, അടുത്തിരിക്കുന്ന ആളുടെ തോളിലോട്ട് കിടന്ന് ഉറങ്ങുക, അതൊക്കെ വന്നാൽ കണ്ടക്ടറോട് പറഞ്ഞാൽ മതി. കണ്ടക്ടർ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. വേറെ കുഴപ്പമൊന്നും. അല്ലാതെ ഇറക്കി അവിടെ കണ്ടക്ടർമാരത് കണ്ടക്ടറെ വഴക്ക് പറയുക, ചീത്ത പറയുക, അതൊക്കെ വരുമ്പോൾ അവർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഏത്? കാരണം ഈ ട്രെയിനിൽ യാത്ര ചെയ്തതിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ട്രെയിനിൽ ഒരു പെൺകുട്ടിയെ ദാരുണമായി തള്ളിയിട്ട ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് വെച്ചിട്ട് എന്നോട് ചോദിച്ചതാണ്, ഇങ്ങനെ വെള്ളം അടിച്ച് കയറുന്നവരെ ബസ്സിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ട് കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു. കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? എറണാകുളത്തെ മത്സര ഓട്ടമൊന്നും കുറഞ്ഞില്ലേ? ഇപ്പോൾ ആളുകൾ സമാനം ഉണ്ടല്ലോ. സമരം അവിടെ നടന്നോട്ട് സമരമൊക്കെ അപ്പോഴേ പിൻവലിച്ചു. കാരണം 15 വണ്ടി വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അതൊക്കെ പിൻവലിച്ചു. കുഴപ്പമൊന്നുമില്ല. KSRTC വണ്ടി കൊണ്ടുപോകില്ല, അവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ വണ്ടികൾ ചിലപ്പോൾ അടുത്ത ദിവസങ്ങൾ വരും. പിറവത്തുനിന്ന് ചോറ്റാനിക്കര വഴി ഒരു പെൺകുട്ടി എനിക്കൊരു തുറന്ന കത്ത് എഴുതിയിരുന്നു, മനോരമ ഓൺലൈൻ. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോറ്റാനിക്കര കുറച്ച് ദേശസാൽകൃത പ്രദേശമുണ്ട്, ആ റോഡ്. അതിലൂടെ പിറവത്തുനിന്ന് വണ്ടി ഓടിക്കാൻ നിർദ്ദേശം കൊടുത്തു. ആ കുട്ടി പറഞ്ഞ സമയം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. RTOയും പ്രൈവറ്റ് ബസ് ഏതെങ്കിലും ഓടാനുണ്ടെങ്കിൽ അത് ഓടിക്കും. അതല്ല, പ്രൈവറ്റ് ബസ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ KSRTC ബസ് 2 എണ്ണം ഓടിച്ചുകൊള്ളാൻ നമ്മൾ പിറവത്തെ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. ഇനി മൂന്നാറിലെ പ്രശ്നമേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി നേരിട്ട്, ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അദ്ദേഹം നേരിട്ട് അതിൽ ഇടപെട്ടിരിക്കുകയാണ്. കോടതി ഇടപെട്ടതറിയില്ല, മുഖ്യമന്ത്രി നേരിട്ട്. കാരണം മുഖ്യമന്ത്രിയായിട്ട് രാവിലെ ഞാൻ സംസാരിച്ചു, ഇന്ന് ടൂറിസം മന്ത്രിയായിട്ട് സംസാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അക്കാര്യത്തിൽ ഇടപെട്ടിരിക്കും. അതിനകത്ത് അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്. അതിനോടൊപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇടപെടും. മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇനി ആശങ്കയുടെ കാര്യമില്ല. മുഖ്യമന്ത്രി അത് റദ്ദാക്കും. അത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാവും. ഈ ഊബറിന്റെ കാര്യത്തിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പോളിസി രൂപീകരിക്കണമായിരുന്നു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. അത് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഊബർ രജിസ്ട്രേഷനിൽ ഇതിനകത്ത് ഈ ഊബറും ഓല എന്ന 2 കമ്പനി വളരെ പ്രധാനപ്പെട്ടാണ്. ഇവർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൽ ഒരു കമ്പനി, 3 കമ്പനിയുള്ളതിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കുണ്ട്, ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്നൊക്കെ ഉണ്ട്. അവർ ലൈസൻസ് ഫീ അത് കേരള ഗവൺമെൻറ്റിന് അടച്ചുകൊണ്ട് അവർ ഉടനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അല്ലാതെ ഇപ്പോഴത്തെ ഊബറിനകത്ത് ഒരു അല്പം കള്ളത്തരമുണ്ട്. അതൊരു ശരിയായ ഊബർ അല്ല. അപ്പോൾ അതിന് നിയമപരമായ സാധ്യത വരണമെങ്കിൽ അവർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി STA പെർമിഷൻ വാങ്ങിക്കണം. ഇത് കേന്ദ്ര നിയമമാണ്. അപ്പോൾ അവർ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ഭാഗത്തും ഈ ഊബറുകാരുടെ കാലത്തും ഓലയുടെ കാര്യത്തിലും ഒരു ഇറഗുലാരിറ്റി ഇപ്പോൾ നിലവിലുണ്ട്. ഒരു കമ്പനി മാത്രമേ അപേക്ഷ തന്നിട്ടുള്ളൂ. മറ്റു 2 അപേക്ഷ തരണം. ആ അംഗീകാരം കിട്ടിയതിന് ശേഷമേ ഊബർ എന്ന് പറഞ്ഞ് ഓടാനും. ഇപ്പോഴും ഊബർ എന്ന് പറയുന്നത് ഗുണ്ടായിസ ശരിയല്ല, പക്ഷേ ഇതിനകത്ത് ഈ 2 കമ്പനികൾ അംഗീകാരം നേടിയിട്ടില്ല. കേന്ദ്ര നിയമം അനുസരിച്ചുള്ള അംഗീകാരം സംസ്ഥാന സർക്കാരിലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ വാങ്ങേണ്ടതുണ്ട്. അത് വാങ്ങാം, നിയമപരമായിട്ട് അവർക്ക് വാങ്ങാൻ. അവരതിന് ഫീസ് അടയ്ക്കണം.
പുതിയ ഫീസ് ഇപ്പം നിശ്ചയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ മാസം കേന്ദ്ര ഗവൺമെൻറ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ചുള്ള ഫീസ് അടയ്ക്കും. ഇല്ല, അവർ അപേക്ഷിക്കണം. അപേക്ഷിച്ചില്ലെങ്കിൽ ഈ തടയപ്പെടും. അല്ല, അപേക്ഷിക്കാത്തിടത്തോളം ഇല്ലീഗലാണ്. വെറുതെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഒരാൾക്ക് ഊബർ ഡ്രൈവർ ആവാൻ പറ്റുന്നത്. അപ്പോൾ ഊബറായി മാറുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആ വണ്ടികളുടെ ഇൻഷുറൻസ്, പിന്നെ അതിൻ്റെ ടാക്സ്, എല്ലാ രജിസ്ട്രേഷൻ, എല്ലാ കാര്യങ്ങളും ഈ ഡ്രൈവർ അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ വണ്ടിക്ക് ഊബറിൻ്റെ ആപ്പിനകത്ത് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവരെപ്പോഴും ബ്ലോക്ക് ചെയ്യും.